ഇത് ഹാൻഡ് എംബ്രോയിഡറി അല്ലേ? എംബ്രോയിഡറി ഇതൊക്കെയാണ്. ഇതാരാ ചെയ്ത? ചേച്ചി. സ്വന്തം ചേച്ചി? ചേട്ടന്റെ ഭർത്താവ്. ചേട്ടന്റെ ഭർത്താവ്. ദൈവമേ, എന്റെ എല്ലാം ഉടായ്പ ഇവര് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം വെച്ചുകെട്ടാണെന്ന് പറയോ? ഇത് ലക്ഷ്മി നക്ഷത്രമാണ്, ശരിക്കും ലക്ഷ്മി നക്ഷത്രം. ഹലോ ഗൈസ്, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോഴേ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, ഇതാണ് എന്റെ മേക്കപ്പ് ഇല്ലാത്ത മോന്ത. ഇന്ന് നമുക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് കോട്ടയത്താണ്. നല്ല മുളകിട്ട മീൻകറിയും സോറി സ്ഥലം മാറിപ്പോയി, കോട്ടയം അടുത്ത ദിവസം, അതായത് ആലപ്പുഴയിലാണ്. അപ്പൊ നല്ല മുളകിട്ട മീൻകറിയും ചോറും കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഓർഡർ ചെയ്തപ്പോ ഹോട്ടലിലെ ബർഗർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബർഗറും ഷേക്കും ഇപ്പൊ വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് നമ്മളിത് ഇനോഗ്രേഷന് മേക്കപ്പ് ആണ്. ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു വെസ്റ്റേൺ ബ്ലേസറാ. അപ്പൊ സിജന്റെ മേക്കപ്പ് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഇപ്പൊ എന്നെ ആരും പൊങ്കാല ഇടരുത്. ഇതാണ് എന്റെ ശരിക്കുള്ള മേക്കപ്പ് ഇല്ലാത്ത മുഖം. ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ബർഗർ വന്നു ഗൈസ്. അപ്പൊ ഇനി ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു കാരണം ഫുഡ് എല്ലാവർക്കും കൂടെ ഓർഡർ ചെയ്ത് കാട്ടാം. പെണ്ണുകാണ് ചടങ്ങ്, ചിക്കൻ കാണാൻ. Okay, like you can keep it here. उधर डालेगा मुश्किल नहीं. Okay, इधर. ഇങ്ങനെയൊക്കെ ഹിന്ദി പറയാൻ അറിയുന്ന പോലെ നീ അധികം എൻ്റെ അടുത്ത് ഹിന്ദി പറയാതെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇതാണ് ചിക്കൻ സ്ട്രിപ്സ്. ഒട്ടും ചൂടില്ല ഗൈസ്. ഈ സിജനൊക്കെ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോഴല്ലോ എനിക്ക് കോംപ്ലക്സ് അടിക്കും. അങ്ങനെയല്ല, ഇത് കണ്ട ബ്ലഷ് ചെയ്യണ കണ്ട. ഇത് സിജിന്റെ നോ മേക്കപ്പ് ലുക്ക് കണ്ടോ? മേക്കപ്പ് ഇല്ലാണ്ട സിജിൻ ഇങ്ങനെ ലൈറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് പ്രൈമറിന് നമുക്കിപ്പം പ്രൈമർ ഇടുന്നുണ്ട്, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു ഓയിലി ഫിനിഷ് ആട്ടോ എനിക്ക് ഇഷ്ടം. നമ്മളിവിടെ എന്താ ചെയ്യണേ? നമ്മള് ഇപ്പൊ ഐബ്രോ ചെയ്തോണ്ടിരിക്കാം. നമുക്കിപ്പോ മേക്കപ്പ് ഹൈ എൻഡ് പ്രൊഡക്ട്സ് വെച്ചിട്ടും ചെയ്യാം, മിഡിൽ വെച്ചിട്ടും ചെയ്യാം, ഭയങ്കര എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. സിജനായ കാരണം ഒരു 40 മിനിറ്റിലൊക്കെ മേക്കപ്പ് ചെയ്യും. അതാണ് എനിക്ക് ടെൻഷനില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് ഐ ഷാഡോ ഐ മേക്കപ്പ് ചെയ്യാൻ പോകും. അതിന് തൊട്ട് മുമ്പായിട്ട് ഐക്ക് ഒരു ബേസ് കൊടുക്കണം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കളേഴ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നന്നായിട്ട് അത് ലൈക്ക് നന്നായിട്ട് കുറച്ച് നിൽക്കണമെങ്കിൽ എപ്പോഴും അവിടെ നല്ലൊരു ബേസ് കൊടുക്കണം. അപ്പൊ നമ്മൾ സെയിം ചേച്ചിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന സെയിം ഫൗണ്ടേഷൻ തന്നെ ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്പ് അതൊന്നും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പ്രോഡക്റ്റ് വളരെ കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഷാർലറ്റ് ടിൽബറി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കുറച്ച് നോർമൽ ടു ഡ്രൈ സ്കിന്നാ. പിന്നെ എനിക്ക് ബോബി ബ്രൗൺ ഇഷ്ടമാണ്, എനിക്ക് മാക്ക് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഈവൻ ലാക്മേയുടെ ഫൗണ്ടേഷനും മെബ്ലൈൻ്റെ ഫൗണ്ടേഷനും വെച്ചിട്ട് കിഡിലനായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഏറ്റവും ബെറ്റർ ഇപ്പം നമുക്കൊരു നല്ല പെർഫെക്ഷൻ അങ്ങനെ നോക്കി നമുക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഷൂട്ടിനൊക്കെ ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം ആ ഒരു കളർ. ഇത് ഇനോഗ്രേഷൻ അല്ലേ? ഇനോഗ്രേഷൻ നമ്മൾ അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യില്ല. ഇപ്പൊ കാണിച്ചു നമ്മുടെ ലൈറ്റ് മേക്കപ്പ് ലുക്ക്. ഞാൻ ആദ്യം ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം കുറച്ചുകൂടെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഞാൻ ചേച്ചിക്ക് ഓൾറെഡി ഇത് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഐബ്രോന്റെ മുകളിൽ ലാഷസിന്റെ മുകളിലായിട്ട് ആ ഒരു ലൈൻ ചെറുതായിട്ട് വെറുതെ റഫായിട്ട് കൊടുക്കാം. ചണ്ണീവനായാലും കുഴപ്പമില്ല. ഒരു ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാജൽ കൊടുത്തിട്ട് ഒരു ചെറിയ ഐ ഷാഡോ ബ്രഷസിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ നല്ല ഒരു ചെറിയൊരു സ്മോക്കി ഐ എഫക്ട് കിട്ടും. അപ്പൊ അതിന് വേണമെങ്കിൽ ആ ഒരു കാജൽ കൊടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോയും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ നന്നായിട്ടൊരു ലൈക്ക് ഈവൺ ആവും, ബ്ലെൻഡഡ് ആവും. പിന്നെ അതുമല്ല ഈ ലൈനർ വെച്ച് വരയ്ക്കുന്ന കാലം കഴിഞ്ഞു തുടങ്ങി. എല്ലാവരും സ്മഡ്ജ് ചേച്ചിക്കും പിന്നെ അത് തന്നെയാണ്. എനിക്കിങ്ങനെ കണ്ണ് വിടർന്ന് നിൽക്കണം. യൂറോ പാരസിന്റെ ആണ് കേട്ടോ എനിക്കിഷ്ടം. കുറേ പേര് ഭയങ്കര തിന്നായിട്ടുള്ള ലാഷ് പറയും, പക്ഷെ എനിക്ക് എപ്പോഴും വലിയ ലാഷ് വെക്കണത് എനിക്കിഷ്ടം.
പക്ഷെ അങ്ങനെ ഒരു ഓവർ അങ്ങനെ ഇത് തോന്നത്തില്ല. നാച്ചുറൽ ഹെയറുമാണ്, അത് കാരണം ഈ പ്ലാസ്റ്റിക് ഫിനിഷ് വരില്ല. ഭയങ്കര ലൈക്ക് നമ്മുടെ കൺട്രിയിലായിട്ട് തന്നെ തോന്നും. ദൈവമേ, എന്റെ എല്ലാം ഉടായ്പ ഇവര് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം വെച്ച് കെട്ടാണെന്ന് പറയോ? ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ഊരാൻ പറ്റും. ലെൻസ് വെച്ചിട്ട് പോയാലാണ് തത്തക പിത്തക എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുക. ലെൻസ് ഇപ്പം മാറ്റാൻ വേണ്ടി കുറെ ട്രിക്സ് ഉണ്ട്. എന്നാലും പക്ഷെ എനിക്ക് ഏതപ്പക്കോതമംഗലം എനിക്ക് അറിഞ്ഞൂടാ. ഒരു തവണ പോയിട്ടുണ്ടല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് പോയി. ഒരു കണ്ണീന്ന് കിട്ടി, ഒരു കണ്ണീന്ന് കിട്ടിയില്ല. പക്ഷെ കുറെ വെള്ളമൊക്കെ ഒഴിച്ച് വന്നിട്ട് നടന്നില്ല. ഞാൻ പാനിക്കായി പോയി. ഈ കണ്ണും ഈ കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ആന ഉറുമ്പം പോലെ ഇല്ലേ? ഈ കണ്ണ് കാണിക്കണ്ട. സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സെൽഫ് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ കേട്ടോ. ഒന്നും കൂടെ നമ്മള് ലൈക്ക് കണ്ണിന് മുകളിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണല്ലേ. ആരോ ബെല്ലടിച്ചല്ലോ. ദേവീന് ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. ഗൈസ്, തൊട്ടപ്പുറത്ത് ബിനീഷ് ബാസ്റ്റൻ ഉണ്ട് ഗൈസ്. പാട്ട് കേൾക്കുന്നുണ്ടോ? കുമ്പളങ്ങിക്കായില്ലേ? ക്ലൈന്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനോഗ്രേഷന് മുമ്പ് എന്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖം കണ്ട് പേടിക്കോ, എന്നെ തിരിച്ചു വിടുവോ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പുറത്തു പോയി ഒരു ഷേക്കാൻഡ് കൊടുത്തിട്ട് വരാം. ഇത് ലക്ഷ്മി നക്ഷത്രയാ, ശരിക്കും ലക്ഷ്മി നക്ഷത്രയാണെന്ന് പറഞ്ഞിട്ട് വരാം കേട്ടോ. വിശ്വസിക്കോ? ഇത് ഊരിട്ട് പോവാം, ഇല്ലെങ്കിൽ ഇവിടെ ഈ പിങ്കി ബോളിന്റെ ഒരു വിചാരിക്കും. ബ്ലെൻഡിങ്ങിലാണ് കാര്യം. ഫൗണ്ടേഷൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളൂ, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്. അതിപ്പം ചേച്ചിയുടെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ പറയല്ല, സ്കിന്നിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്ക് വയ്യ. അപ്പം കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് ബ്ലെൻഡ് ചെയ്താൽ ഓക്കെ. സിജൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് ഫുൾ കോൺഫിഡൻസ് സീരിയസ് ആയിട്ടും ഇല്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് ഈ ചിലരുടെ സ്കിന്നില് കുരു അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ അതിനും നല്ല കറക്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലേ ഗേൾ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. വലിയ റേറ്റും ഇല്ല, ബ്രാൻഡ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഇനിയാണ് എന്റെ മത്തങ്ങ കവിൾ ചെറുതാക്കാൻ പോകുന്നത്. ആദ്യം എന്റെ മൂക്കിന്റെ പാലം മഞ്ജു ചേച്ചി പറയാറില്ലേ, മഞ്ജു ചേച്ചിയുടെ വളഞ്ഞ മൂക്ക എന്ന് പറയുന്ന പോലെ, അതായത് മഞ്ജു വാര്യർ. എന്റെ മൂക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടിയൻ ഒരു ചപ്പളാങ്കട്ട മൂക്കാണ്. ആ മൂക്കിനെ ഇപ്പതേ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ചെറുപ്പത്തില് ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാട്ടുന്ന ചില പൈങ്കിളിക്ക് അമ്മ മൂക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലേ ഇപ്പൊ പ്രശ്നമായത്. അത് കാരണം നിങ്ങൾക്ക് കുഞ്ഞുവാവ ഉണ്ടാവുമ്പോ മൂക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ ശരിയാക്കി പിടിക്കണം. പക്ഷെ മൂക്ക് ഇങ്ങനെ ആയാലും അമ്മയുടെ സൗന്ദര്യം ഫുള്ള് കിട്ടിയില്ലേ? ക്യാമറ നേരം അമ്മ പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ ശരി. അപ്പൊ മൂക്കിന്റെ പാലം അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ നേരെ എന്റെ പാലം എവിടം വരെ എത്തി? അത്ര മതി. പാലം പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ ഓവർ ബ്രിഡ്ജിന്റെ പണി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഈ ഫലഭൂഷ്ടമായിട്ടുള്ള ഈ കവിളുകളിലേക്ക് കിടക്കും. എനിക്ക് ഏറ്റവും കോംപ്ലക്സ്, ഞാൻ വെള്ളം കുടിച്ചവർ എന്റെ കവിളിനെയാണ് എഫക്ട് ചെയ്യുക. എന്നാ ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത് എന്റെ കവിളിനെയാണ് എഫക്ട് ചെയ്യുക. എന്നാ പിന്നെ തടി കുറച്ചാ പോരെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണ്ടാവും. ഇത് എത്തിക്സിൽ ഇല്ലാത്ത കോണ്ടോറിംഗ് ആണ്. സിജൻ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പറയും പഠിച്ച് എത്തിക്സ് വിടൂ, എന്റെ കവിളൊന്ന് ചെറുതാക്കാൻ മൊത്തത്തിൽ വരച്ചു വെക്കൂ എന്ന് പറയണ പോലെ അനാറ്റമി പോലെ കംപ്ലീറ്റ്ലി ഇപ്പൊ ചന്നം ഭിന്നം എന്ന് പറഞ്ഞ വരയ്ക്കും. നല്ല തടി കൂടുതലുള്ള ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കൊടുക്കും. തടി കൂടുതലെന്നല്ല കേട്ടോ, ഞാൻ ബോഡി ഷേമിങ് ചെയ്യല്ല. എന്നെ പോലെ കവിള് കൂടുതലുള്ളവർക്കുള്ള ഒരു ഹാക്ക്, ഒരു ടെക്നിക്. എപ്പോഴും നോർമലി നമ്മുടെ ഇയറിന്റെ ഈ ഒരു ഭാഗത്ത് ഡിപ്പെൻഡ് ഇങ്ങനെയാണ് കോൺട്ര ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഇയറിന് കുറച്ചുകൂടെ മോളിൽ നിന്ന് താഴേക്ക് കോൺട്ര ചെയ്യാം. ഇത്തിരി കവിള് കൂടുതലുള്ളവര് ഇങ്ങനെ എങ്ങനെ ഇപ്പുറത്ത് ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെ ഈ ഒരു ഭാഗം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒരു ബ്രഷിൽ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്. കാരണം ഈ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണെങ്കിലും നല്ല. ഇപ്പൊ സെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് കുറച്ചുകൂടെ നല്ലത്. വര തീർന്നിട്ടില്ല കേട്ടോ, ഇനി മൊത്തത്തില് മാപ്പ് വരയ്ക്കാൻ പോണേ. ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാറ്. അതായത് നമ്മൾ മേക്കപ്പ് എത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കോണ്ടൂറിങ് ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. എന്നെ പലരും കോണ്ടൂറാണി എന്നാണ് വിളിക്കാറുള്ളത്. കാരണം
മേക്കപ്പിന്റെ ഏറ്റവും സ്ട്രെങ്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് കോണ്ടോറിംഗില്ല. ഫേസിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ചു വെച്ച പോലെ ഷേപ്പ് ചെയ്തെടുക്കില്ലേ, കവളൊക്കെ ഇങ്ങനെ ഒതുക്കി, അല്ലെങ്കിൽ എത്ര മേക്കപ്പ് ചെയ്താലും ഫ്ലാറ്റ് ഫീൽ വരും. കണ്ടോ കണ്ടോ ഇവിടെ ഷേപ്പ് പറഞ്ഞുണ്ടോ? ഇതായിട്ടില്ല, ഇത് ഇനിയിപ്പോ പണിയാൻ പോലെ ഉള്ളൂ. കണ്ടോ ഷേപ്പ് പറഞ്ഞുണ്ടോ? അപ്പൊ തന്നെ ഒന്ന് ഒതുങ്ങി കവള്. ഗൈസ്, ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. ബീച്ചിൽ പോയി ഉടുതുണിക്കും മറുതുണില്ലാണ്ട് വന്നപ്പോ റൂമിൽ പോയി ഡ്രസ്സ് എടുക്കാനുള്ള ടൈം ഇല്ലാണ്ടായപ്പോ അവിടെ നിന്ന് തന്നെ മേടിച്ച അവിടെ നിന്ന് തന്നെ ഇട്ട ഡ്രസ്സ്. കണ്ടോ ഫേസിന്റെ ഷേപ്പ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ബിഫോർ പുറത്ത് കൊടുത്തേക്കാം. കോണ്ടോറിങ്ങും പല ബ്രാൻഡ്സിന്റെ ഉണ്ട്. എല്ലാ ബ്രാൻഡ്സിന്റെയും നല്ലതാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, അപ്പോ കാരണം ഡെർമ ഇപ്പൊ എത്ര പേര് ഉപയോഗിക്കുന്നുള്ളത് അറിയില്ല. ബട്ട് കോണ്ടോറിങ് ഇത് പിടിച്ച് വരച്ചാല് എന്റെ കവിള് നിൽക്കും, അതാണ് സത്യം. ആൻഡ് ഭയങ്കര എക്കണോമിക്കലുമാണ്. ഒരു 2 വർഷം വരെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഹുദയുടെയും അതുപോലെ തന്നെ മാക്കിന്റെയും ഒക്കെ ഉണ്ട്. പക്ഷെ മാക്കൊന്നും എനിക്ക് കോണ്ടോറിങ് ലാസ്റ്റ് ചെയ്യണതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഡെർമയാകുമ്പോ വലിയ വാല്യൂ ഇല്ല, അനുസരണയോടുകൂടി അവിടെ എന്റെ കവിളിരുന്നോളൂ. എനിക്കാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കവിള് ചാടും, അറിയോ? പിന്നെ ഡബിൾ ചിഹ്നം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ശരിക്കും ഒരു ഓവർ മേക്കപ്പിന്റെ അങ്ങനെ തോന്നണില്ലല്ലോ. മിഥുലച്ച് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഓഡിയൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു മറുപടി കിട്ടണ്ടേ, അത് ഞാൻ അവിടെ ചോദിച്ചു. ഇനി ഒരു സീക്രട്ട് ഗ്ലോ. ഇത് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സിജന്റെ അടുത്ത് പേഴ്സണലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി കേട്ടാ. ഇത് സീക്രട്ടാ. ഇത് ഇട്ട് നമ്മൾ നിന്നാണ്ടല്ലോ പിന്നെ ചുറ്റുള്ളത് ഒന്നും കാണില്ല, കവളി തിളങ്ങുന്നത് മാത്രമേ കാണുള്ളൂ. ക്യാമറയിൽ എത്ര ഇപ്പൊ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയാ, നമ്മളൊരു പാർട്ടിക്കും അങ്ങനെ ഇതിനൊക്കെ പോകുമ്പോ. നമ്മുടെ പോക്കറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റും നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റെപ്സ് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലിപ്പ് നമ്മൾ ലൈൻ ചെയ്യാണ്. എനിക്കധികം ലിപ്പ് ലൈൻ ചെയ്യണത് ഇഷ്ടമല്ല. പിന്നെ എൻ്റെ നല്ല വലുതായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ നീക്കി അറ്റം വരെ ലൈൻ ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തോളാൻ പറയും. ഇവിടേക്കും കൂടി ഇട്ടാൽ ഒന്നുകൂടെ വലുപ്പം തോന്നിക്കും ലിപ്പിന്. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടും. ഗൈസ്, നമ്മൾ പല ഹെയർ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള എക്സ്റ്റൻഷൻസ് ഇതുപോലെ യൂസ് ചെയ്യും. എന്ന് വെച്ച് ഞാൻ മുട്ടത്തല എന്നല്ലാട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഹെയറിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. ചോദിക്കുക എന്താന്ന് ചോദിക്കുക, നമ്മൾ ഇത്ര തുറന്നാണ് സംസാരിക്കുന്നത്, എനിക്ക് ഇത്ര മുടിയുള്ളൂ. ചില കോസ്റ്റ്യൂംസിൽ ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ ചെയ്യുമ്പോൾ നല്ലോണം ഇപ്പൊ ഞാൻ ഹെയറും കൂടെ കട്ട് ചെയ്തിരിക്കുക, കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിരിക്കുക. അപ്പൊ ചില ടേഴ്സ് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പാച്ചൊക്കെ വെക്കും. നല്ല ലെങ്ത് വേണം, സാരി ഉടുക്കുമ്പോ അങ്ങനെ ഇങ്ങനെ. ഞാൻ മാത്രമല്ല, എല്ലാവരും വെക്കില്ല, ഞാൻ തുറന്നു പറയണമെന്ന് മാത്രം. അപ്പോൾ ഇത് കണ്ട അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. ഒറിജിനൽ ഹെയർ ആട്ടോ, നമ്മുടെ അതേ ഹെയറിന്റെ ടെക്സ്ചറിൽ നമ്മൾ ചെന്നൈന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. ഹെയർ കളറും ഞാൻ ചെയ്തപ്പോൾ അതിനെയും ചെയ്യിപ്പിച്ചു, ഞാൻ കുളിക്കുമ്പോൾ അതിനെയും കുളിപ്പിക്കും, ഞാൻ കണ്ടീഷണർ ഇടുമ്പോൾ അതിനെയും കണ്ടീഷണർ ഇടിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഹെയറിൽ ചെയ്യണ അതേ കേൾസ് ഇപ്പൊ ആ ഹെയറിലാണ് ഫസ്റ്റ് ഇടണേ. വേണമെങ്കിൽ തലയിൽ വെച്ചതിന് ശേഷം ആവാം, പക്ഷെ വേണ്ട, അത്ര എനിക്ക് ഓൾറെഡി ഹെഡ് വെയിറ്റ് കൂടുതലാന്ന് പലരും പറയാറുണ്ട്. അപ്പൊ വെറുതെ ചുമ്മാട്ടോ. കണ്ട സിജന്റെ ആ ഒരു മാജിക് ഗ്ലോ ഈ സൈഡിൽ ഇങ്ങനെ ഗ്ലോ ആയിക്കൊണ്ടിരിക്കണുണ്ട. അപ്പൊ ഇനി കേളിങ് നടക്കട്ടെ. ഇതെന്റെ ഒറിജിനൽ ഹെയർ ആട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രം കുന്നംകുളം നമ്മൾ വെച്ചിട്ടില്ല, വെക്കാൻ പോണേ ഉള്ളൂ. ഫസ്റ്റ് ദാ ഈ ഹെയർ എന്നെ കേൾ ചെയ്തുകൊണ്ട് ഇത്തിരി എടുത്തിട്ട് കേൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇനി ഫുൾ ഹെയർ ഇങ്ങനെ കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. കിടക്കണ കെട്ടപ്പ് കണ്ട്
അപ്പോൾ സിജന്റെ കേൾസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും പറയാറുണ്ടല്ലേ, നാവി ചേച്ചി ഒക്കെ പറയും. ആ ഭയങ്കര അടിപൊളി കേൾസാ. ആൻഡ് ഇത് ഒരു തരം ഇങ്ങനെ എത്ര ടൈപ്പ് കേൾ ഇടാൻ അറിയാം? കുറേ ടൈപ്പ് അറിയാം. അപ്പം എനിക്കിഷ്ടമുള്ളത് ഈ ടൈപ്പാണ് കേട്ടോ. കുറച്ച് നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഒറിജിനൽ ഹെയർ കളർ വെച്ചിട്ട് നമ്മൾ ഡൈ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഗുലാബിയിൽ പറഞ്ഞ് നമ്മൾ ഹെയർ കളർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ലല്ലോ നമുക്കിത്. അതെ. അപ്പോൾ ദേ ഞങ്ങളുടെ കള്ളത്തരം ചൂടോടുകൂടി പിടിച്ച നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത് ലൈവായിട്ട് വെച്ച് കാണിക്കും ഗൈസ്. ഇതാണ് കേട്ടോ ഈ എക്സ്റ്റൻഷന്റെ ക്ലിപ്പ്. ഉണ്ടോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, നാളെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങൾ വന്ന് എന്റെ മുടി പിടിച്ച് വിളിച്ചു വെക്കും. ആ ദേ നമ്മള് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണം. അത് ഞാനിവിടെ ഡബ് ചെയ്തതാ. കുറച്ച് മുടി ഇങ്ങനെ സെക്യൂർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെറിയ സ്ലൈഡ് കുത്താം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഷോ അല്ലാത്തോണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും പറയൂ ഇങ്ങനെയാണ് ഈ ഫിലിമില് ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ലൈക്ക് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാറില്ലേ എന്തെന്നെ അവർ ഉപയോഗിച്ചത്, മുടി എങ്ങനെ വലുതായി എന്നൊക്കെ. ഇതാണ് കേട്ടോ എക്സ്റ്റൻഷൻസ്. ഓരോരുത്തരുടെ ഹെയറിനുള്ള രീതിയിൽ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് വേണ്ട ലെങ്ത് അനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് കുറച്ച് ഇപ്പം ഹെയർ ലോസ് ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ഡൺ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പ് ബൈ സിജാൻ. ഔട്ട്ഫിറ്റ് എനിക്ക് എത്തിച്ചേർന്നത് എൻ്റെ സ്റ്റൈലിസ്റ്റ് ആൻഡ്രിയ ആൻഡ് ദിസ് ഇസ് ഫ്രം വെസ്റ്റേൺ ലേഡി. അപ്പോൾ സ്റ്റൈലിംഗ് എന്താ പറയുക, ബൈ ലക്ഷ്മി നക്ഷത്ര, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം അമ്മ അവിടെ വന്നിട്ട് അപ്പം ഞാനും ഒന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കംപ്ലീറ്റ് സ്റ്റൈലിങ്ങും കൂടെ വരണമെങ്കിൽ ഞാനപ്പം ഇങ്ങനൊരു സ്റ്റഡാണ് ഇട്ടിട്ടുള്ളത്. ദിസ് ഇസ് ഫ്രം AL അമൃതലക്ഷ്മി, മറ്റൊരു സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഇതെൻ്റെ സ്വന്തമാണ്. ഒരു സിൽവർ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള മാല. ഇത് ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യം ഇടുന്നത്. ഉദ്ഘാടനം ഇന്നാണ് ഞാൻ നിർവഹിച്ചത്. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റൈലിംഗ് കഴിയണമെങ്കിൽ ദ സിൽവർ നെയിൽ പോളിഷ്, അതുപോലെ തന്നെ ഒരു സിൽവർ. ഇവിടെ സിൽവർ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഹുക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സംതിങ്, ഒരു ബ്ലേസർ ലുക്കിൽ നിന്ന് ചെറുതായിട്ടൊന്നും മാറുമല്ലോ. ഒരു സിൽവർ ജ്വല്ലറി. പിന്നെ ഇവിടെ സിൽവർ ഡീറ്റെയിലിംഗ് ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര ലോക്കൽ ഫീൽ ഇല്ലേ, ഒട്ടും മാച്ചല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയാണ് ലക്ഷ്മി നക്ഷത്ര എന്നുള്ള സ്റ്റൈലിസ്റ്റിന്റെ. ദൈവമേ, എന്റെ സ്റ്റൈലിസ്റ്റുമാർക്ക് ഇത് പഠിക്കുമോ? കംപ്ലീറ്റ് പെയറിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷൂവും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിന്റെ വള്ളി ഇടണമെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും സഹായം തരണം. കാരണം കയ്യിൽ നെയിൽ പോളിഷ് വള ഒരു പോവാൻ ചോദിക്കുന്ന പോലെ നെയിൽ പോളിഷ് മാഞ്ഞു പോകും. ഇതാണ് എന്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ബാക്കിൽ ഞാൻ സ്ട്രാപ്പ് ഇട്ടോട്ടെ. എങ്ങനെയുണ്ട്? അയ്യോ താങ്ക് യു. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഫോട്ടോഗ്രാഫർ പുറത്ത് നിൽക്കുന്നുണ്ട്. 2-3 ഫോട്ടോസ് എടുക്കാം, എന്നിട്ട് നമുക്ക് വേഗം ഇനോഗ്രേഷന് പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. ഇതൊന്ന് കംപ്ലീറ്റ് ഞാൻ ആക്കിക്കോട്ടെ. ഫൈനൽ ലുക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സെറ്റാണ്. അപ്പോൾ അയൽവക്കക്കാരനെ പോയി, എൻ്റെ നെയ്ബറിനെ പോയി തട്ടി ഉണർത്തട്ടെ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ. ആഹാ, ഇത് ഞാൻ മതി എന്ന് പറയാറില്ല, പോന്നോട്ടെ എന്ന് പറയാറുള്ളൂ. ഫൈനലി ഒരു സെറ്റിംഗ് സ്പ്രേ. പക്ഷേ സെറ്റിംഗ് സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ല സിജൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു ഇല പോലും അനങ്ങാത്ത രീതിയിൽ അതുപോലെ തന്നെ ഇരിക്കും. എന്നാലും വെറുതെ ഒരു ഫൈനൽ ഒരു ഷിമറി ഫീൽ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്യണേ. നമുക്കിനി വിനീഷ് ബാസ്റ്റിന്റെ അടുത്തേക്ക് പോവാം. ഓ, ആലപ്പുഴ ഇരിക്കുമല്ലേ, നെഞ്ചത്തൊരു വള്ളം കളി. അടിപൊളി, കൊള്ളാം. എങ്ങനെയുണ്ട്? ഞങ്ങൾ മാച്ചിങ് ആണോ? എന്റെ മണ്ഡപത്തിലേക്ക് ഇറങ്ങിയാലോ? ഓ, ഹെയർ സെറ്റ് ചെയ്യാൻ പോലുള്ളൂ. ടീം എന്നെ വിളിച്ചപ്പോഴേക്കും നമ്മളിങ്ങനെ ഉണർന്നു വന്നു. ഒന്നുമില്ല, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പുറത്ത് ബിനീഷ് ബാസ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ എന്നാ ബാക്കി ഒരുക്കങ്ങളായിക്കോട്ടെ. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിടണോ? ആണോ? വിടണോ? വിടണ്ട. അപ്പൊ എന്നാ ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവാ. അപ്പൊ നമുക്ക് ഇനോഗ്രേഷൻ കളറാക്കാം. ഓക്കെ ടീമേ.
ഹായ് ടീമിന് ഡീറ്റെയിൽ പോലെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് നമ്മള് ഒരു പെൺകുട്ടിയുടെ വാതിലെ തല്ലി തുറക്കണത്. ഓക്കെ ടീമ ഞാൻ റെഡിയാണ് കേട്ടോ ഓൺ ടൈം. പേടിച്ചു. ആരോടും പറയണ്ട ഗൈസ്, സ്ക്രിപ്റ്റില് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതല്ല, മണവാളനെ ഒന്ന് മിനുക്കാൻ പറഞ്ഞു. അപ്പൊ സിജിന്റെ മണവാളനെയും കൂടെ ഒന്ന് കൈവച്ചിരിക്കാണ് കേട്ടോ. ടീം സെൽഫൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണ ഒരാളാ, എന്നാലും അപ്പോ ഞങ്ങളാണെങ്കിൽ ഒരാള് നല്ല ട്രഡീഷണലും ഞാൻ കുറച്ച് വെസ്റ്റേണും ആണ്. എന്താ ഓ അടിപൊളി അടിപൊളി. വള്ളംകളി ആലപ്പുഴ ആയതുകൊണ്ടാണ് കറക്റ്റ്. ഇത് ഹാൻഡ് എംബ്രോയിഡറി അല്ലേ? എംബ്രോയിഡറി ചെയ്തേക്കണാണ്. ഇതാരാ ചെയ്തേ? സ്വന്തം ചേച്ചി? ചേട്ടന്റെ ഭർത്താവ്. ചേട്ടന്റെ ഭർത്താവ്. ചേട്ടൻ ഭർത്താവിനോ കല്യാണം കഴിച്ചിട്ടുള്ളത്? ചേട്ടന്റെ ഭാര്യ, അതായത് ടീമിന്റെ ചേട്ടന്റെ വൈഫ്. അപ്പൊ അങ്ങനെ. അപ്പൊ എന്നാ ശരി ട്ടോ, ഞങ്ങളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ ബൈ.